ഓരോ ദിവസം ഓരോ പുതിയ സ്കാമായിട്ട് ഇറങ്ങുകയാണ്. ഇതിന് മുമ്പ് ഞാൻ ഈ സ്കാം കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. രണ്ടാമത് തവണ ഞാൻ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം സെക്കൻഡ് ടൈം നമ്മൾ കയറുന്ന സമയത്ത് അവരുടെ URL മാറിയിട്ട് വേറെ ആയിരിക്കും കാണാം. ഒന്ന് രണ്ട് തവണ ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ട്വിറ്ററിലാണ് കണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്നത് ശ്രേയ ഘോഷൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ശ്രേയ ഘോഷലിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ബാക്ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാൻസൊക്കെ ശ്രേയ ഘോഷലിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കരീന കപൂർ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സൈറ്റാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സൈറ്റിൽ ഹെഡർ ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ്, പക്ഷേ മുകളിൽ അതിൻ്റെ അഡ്രസ്സ് വേറെയാണ്. അപ്പോൾ അത് പല ആളുകളും അത് ശ്രദ്ധിക്കില്ല. എല്ലാവരും വിചാരിക്കും ഓക്കെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂസിലാണല്ലോ കൊടുത്തത്, അപ്പോൾ കുറച്ചും കൂടെ ക്രെഡിബിൾ ആയല്ലോ. അതും കഴിഞ്ഞിട്ട് താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കരീന കപൂർ ചോദിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ശ്രേയ ഘോഷൽ അതിന് മറുപടി പറയുന്ന കാര്യവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കരീന കപൂർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ലക്ഷറി ലൈഫ് അല്ലേ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, പൈസയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. ശ്രേയ ഘോഷൽ അപ്പോൾ പറയാണ്, ഞാൻ ജോബിന് പോകുന്നത് മാത്രമല്ല എൻ്റെ ഇൻകം, എനിക്ക് വേറെയും ഇൻകംസ് ഉണ്ട്. അപ്പോൾ കരീന കപൂർ ചോദിക്കും, നിങ്ങൾ വേറെയും ഇൻകംസ് ഉണ്ടായിട്ട് എന്തോ ഞങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രേയ ഘോഷൽ പറയാണ്, ഞാനൊരു വെബ്സൈറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഡബിളായിട്ട് കിട്ടുന്നത്. എന്നിട്ട് കരീന കപൂറിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് കരീന കപൂറിന്റെ ഫോണിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫോൺ ഒരാൾ മറ്റേ ആൾക്ക് ഫോൺ കൊടുക്കുന്നതൊക്കെ. അപ്പൊ വേറെ ഏതോ ഇന്റർവ്യൂവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് ആക്കി കൊടുത്തതാണ്. അപ്പൊ കാണുന്നവരായിരിക്കും ഓക്കെ ഇതൊക്കെ കറക്റ്റ് ആണ്, സത്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ പോകുന്നുണ്ട്. അപ്പൊ പലരും എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നല്ല, പക്ഷെ ഇത് വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ തട്ടിപ്പുകളായിട്ട് ഇവർ വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ ഇതിൽ ഓരോ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം പൈസ ഇടുന്നു, ഒരു 1 വീക്ക് കഴിയുന്ന സമയത്ത് വീണ്ടും പൈസ കൂടുന്നു, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പൈസ കൂടുന്നു. ഒരു AI പ്ലാറ്റ്ഫോമാണ്, ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രേയ ഘോഷൽ കരീന കപൂറിന്റെ ഫോണിലെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴത്തേക്ക് തന്നെ കരീന കപൂർ ഞെട്ടി, കാരണം ഇത്രയും പൈസ പെട്ടെന്ന് വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു എഡിറ്ററിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ആ എഡിറ്റർ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്തത്. കാരണം ശ്രേയ ഘോഷൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്, ഇതൊന്നും പുറത്ത് കാണിക്കില്ലേ, കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇത് കാണും. അപ്പം ക്യാമറാമാൻ അപ്പോഴത്തേക്ക് ശ്രേയ ഘോഷൽ കയറിയ സൈറ്റൊക്കെ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തു, അത് പുറത്തേക്ക് വിട്ടു, അങ്ങനെ അത് വൈറലായി എന്നൊക്കെ വലിയ കഥയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത്, നിങ്ങളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, ആ സ്റ്റോറി കൊടുത്തിട്ട് വായിക്കുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ലിങ്ക് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് താഴെ ആൾക്കാരെ കമന്റും ചെയ്തിട്ടുണ്ട്. ഈ കമന്റും എല്ലാം സ്കാമാണ്. കമന്റിൽ ആൾക്കാർ പറയുന്നത്, ഓക്കെ ഇത് 100% ഓക്കെ ആണ്, ഇതിൽ എനിക്കും കിട്ടിയിട്ടുണ്ട് പൈസ, മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നല്ലൊരു ആപ്പാണ്, ശ്രേയ ഘോഷിന് ഒരുപാട് നന്ദിയുണ്ട്, കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും പൈസ ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പൊ ഇത് കാണുന്ന ചില ആളുകൾ എന്നാൽ സ്വന്തമായിട്ട് ഞാനും കുറച്ച് പൈസ ഉണ്ടാക്കാം, ആ ഒരു മെന്റാലിറ്റിയോട് കൂടി ഇതിൻ്റെ അകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ആ പൈസ പോകും. അപ്പൊ ഇത് മറ്റുള്ള ഒരാളോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ എടുത്താലോ ആണിത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാവും. പക്ഷെ കൂടുതൽ ആളുകൾക്കും സ്വയം പെട്ടെന്ന് പൈസ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് അവർ പോയിട്ട് ചാടും. അങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ ഓരോ റിവ്യൂ കാണുന്ന സമയത്തും നമ്മൾ എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചു പേരെങ്കിലും ഇത് ട്രൂ ആണെന്ന് വിശ്വസിക്കും. അങ്ങനെ അതും വിശ്വസിച്ചിട്ട് ഇതിൽ കയറുകയാണെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് കയറി നോക്കുന്നുണ്ട്. ഞാൻ VPN യൂസ് ചെയ്തിട്ടാണ് കയറുന്നത്. ഇൻ കേസ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് സൈറ്റിൽ കയറുന്നുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു VPN യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഔട്ട്ലൈൻ. 90,000 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 1,60,000 ഒരു ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാശ് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ കഴപ്പ് മൂത്തിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ കയറി ഡെപ്പോസിറ്റ് ചെയ്യും. ചെറിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. കാരണം നമ്മൾ കേരളത്തിൽ തന്നെയുള്ള കേൾക്കുന്നതല്ലേ, 2 കോടി 3 കോടിയൊക്കെ ട്രേഡിങ്ങിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആലോചിക്കുന്ന സമയത്തൊരു സങ്കടം എന്താന്ന് പറഞ്ഞാൽ, ഇത്രയ്ക്കും സിമ്പിളായിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങളെ പറ്റിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ ഈ സ്കാം സെൻറ്റേഴ്സ് ഇത്രയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒരുപാട് സ്കാം സെൻറ്റേഴ്സ് ഇപ്പോൾ അടച്ചു പൂട്ടുന്നുണ്ട്. അമേരിക്കയിലുള്ള കോൾ സെൻ്റർ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ
മൈക്രോസോഫ്റ്റിൽ നിന്നൊക്കെ കോൾ ചെയ്തിട്ട് ഒരുപാട് പൈസ കൂപ്പൺ വഴിയും അത് വഴിയും ഇത് വഴിയും ഒക്കെ തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല, എല്ലാ ആൾക്കാരും അവരെ പറ്റിക്കാൻ വേറൊരു മെത്തേഡ്, ഇവരെ പറ്റിക്കാൻ, ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേറൊരു മെത്തേഡ്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, അത് തന്നെ.